ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുൽ രാജ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഭപ്പ എന്ന മൂവിയുടെ ഇതുവരെ കളക്ട് ചെയ്ത കളക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളും പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇത് പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലായിട്ട് പോയേക്കാം. ഫസ്റ്റിലെ കളക്ഷൻ റിപ്പോർട്ട് വരുന്നത് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നല്ല, വേറൊരു സ്റ്റേറ്റിൽ നിന്നാണ്. കർണാടകയിൽ നിന്നാണ്. കർണാടകയിൽ 4 ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പറയുന്നത് ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ നിന്ന് മാത്രം 4 ലക്ഷം രൂപയും അവിടെ 4 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 18 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ നിന്നും 7.2 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മാത്രമായിട്ട് 7 ലക്ഷം രൂപയും. പിന്നെ ഫസ്റ്റ് ഡേ ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് 7.9 കോടി രൂപയാണ് ഫസ്റ്റ് ഡേ ടോട്ടൽ കളക്ട് ചെയ്തിരിക്കുന്നത്. ബബ്ബ. രണ്ടാമത്തെ ദിവസം വരുന്നത് കർണാടകയിൽ നിന്ന് 2 ലക്ഷം രൂപയും, ആന്ധ്രാപ്രദേശ്, തെലങ്കാന അവിടെ നിന്ന് 2 ലക്ഷം രൂപയും, തമിഴ്നാട്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും, കേരളത്തിൽ നിന്ന് 3.6 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് രണ്ടാമത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത്. അത് നല്ലപോലെ നെഗറ്റീവ് റിവ്യൂ വന്ന സമയത്താണെങ്കിൽ. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 ലക്ഷം രൂപയാണ് ബബ്ബ കളക്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ സെക്കൻഡ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് 3.9 കോടി രൂപയാണ് സെക്കൻഡ് ഡേ കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ദിവസം 2 ലക്ഷം രൂപയാണ് കർണാടകയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ദിവസം ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ നിന്ന് 2 ലക്ഷം രൂപയും, തമിഴ്നാട്ടിൽ നിന്ന് 8 ലക്ഷം രൂപയും, കേരളത്തിൽ നിന്ന് മാത്രം 3.4 കോടി രൂപയാണ് മൂന്നാമത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ 5 ലക്ഷം രൂപയും. ടോട്ടൽ കളക്ഷൻ 3.25 കോടി രൂപയാണ് മൂന്നാമത്തെ ദിവസം മാത്രം ബബ്ബ കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നാലാമത്തെ ദിവസം 17 ലക്ഷം രൂപയുടെ വർധനവാണ് കർണാടകയിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയിരുന്നത്. 17 ലക്ഷം രൂപയാണ് ടോട്ടൽ കളക്ട് ചെയ്തിരിക്കുന്നത് കർണാടകയിൽ നിന്ന് മാത്രം. പിന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ നിന്ന് മാത്രം 2 ലക്ഷം രൂപയും. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് 8 ലക്ഷം രൂപയും, വീണ്ടും 8 ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്നും നാലാമത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ നിന്ന് 3.4 കോടി രൂപയാണ് പിന്നെ കളക്ട് ചെയ്തിരിക്കുന്നത് നാലാമത്തെ ദിവസം. 7 ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മാത്രമായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ടോട്ടൽ കളക്ഷൻ നാലാമത്തെ ദിവസം വന്നത് 3.75 കോടി രൂപ തന്നെയാണ് നാലാമത്തെ ദിവസം വന്നത്. പിന്നെ അഞ്ചാമത്തെ ദിവസം കർണാടകയിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ നിന്ന് മാത്രമായിട്ട് 1 ലക്ഷം രൂപയും, തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് 3 ലക്ഷം രൂപയും, കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 1.2 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് അഞ്ചാം ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ വന്നത് 2 ലക്ഷം രൂപയും. ടോട്ടൽ അഞ്ചാമത്തെ ദിവസം കളക്ഷൻ വന്നത് 1.3 കോടി രൂപയാണ് അഞ്ചാമത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ആറാമത്തെ ദിവസം കർണാടകയിൽ നിന്ന് മാത്രമായിട്ട് 8 ലക്ഷം രൂപയും, ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ നിന്ന് മാത്രമായിട്ട് 2 ലക്ഷം രൂപയും, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് 3 ലക്ഷം രൂപയും, പിന്നെ കേരളത്തിന് മാത്രമായിട്ട് 1.2 കോടി രൂപയാണ് ആറാമത്തെ ദിവസവും കേരളത്തിന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2 ലക്ഷം രൂപയും. പിന്നെ ടോട്ടൽ കളക്ഷൻ വന്നത് 1.35 കോടി രൂപയാണ് ആറാമത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏഴാമത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പറയുന്നത് കർണാടകയിൽ നിന്ന് മാത്രമായിട്ട് 3 ലക്ഷം രൂപയും, ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ നിന്ന് മാത്രമായിട്ട് 1 ലക്ഷം രൂപയും, തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് 2 ലക്ഷം രൂപയും, കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 1,13,000 രൂപയാണ് കേരളത്തിൽ മാത്രമായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1 ലക്ഷം രൂപയും. പിന്നെ ടോട്ടൽ ഏഴാമത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത് 1,02,00,000 രൂപയാണ് ടോട്ടൽ ബബ്ബ ഏഴാമത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എട്ടാമത്തെ ദിവസം 1 ലക്ഷം രൂപയും. പിന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ നിന്ന് മാത്രമായിട്ട് അങ്ങനെ വലിയ കളക്ഷൻ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് എട്ടാം ദിവസം 1 ലക്ഷം രൂപയും. പിന്നെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് എട്ടാമത്തെ ദിവസം 1,37,000 രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് എട്ടാമത്തെ ദിവസം ബബ്ബ കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 1 ലക്ഷം രൂപയും. പിന്നെ ടോട്ടൽ എട്ടാമത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 1,04,00,000 രൂപയാണ് ബബ്ബ എട്ടാമത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത്.
പിന്നെ ടോട്ടല് 9ാമത്തെ ദിവസം ഒമ്പതാമത്തെ ദിവസം വലിയ രീതിയിലുള്ള കളക്ഷൻ റിപ്പോർട്ട് കർണാടകയിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന അവിടുന്ന് അങ്ങനെ വലിയ രീതിയിൽ കളക്ഷൻ വന്നിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നും വലിയ അതുപോലെ തന്നെ കളക്ഷൻ വന്നിട്ടില്ല. പിന്നെ പറയണ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 75 ലക്ഷം രൂപയാണ് 9ാമത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത്. ബബ്ബബ്ബ വേറെ സ്റ്റേറ്റിൽ നിന്ന് അങ്ങനെ വലിയ രീതിയിൽ കളക്ഷൻ ഒന്നും വന്നിട്ടില്ല. ബബ്ബബ്ബ പിന്നെ ടോട്ടൽ 9 ദിവസം കൊണ്ട് ടോട്ടൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നും മാത്രമായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് മാത്രമായിട്ട് 1,13 ലക്ഷം രൂപയാണ് ബബ്ബബ്ബ കർണാടകയിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന മേഖലയിൽ നിന്ന് മാത്രമായിട്ട് 14 ലക്ഷം രൂപയും, പിന്നെ തമിഴ്നാടിൽ നിന്ന് മാത്രമായിട്ട് 49 ലക്ഷം രൂപയും, കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 23.25 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ബബ്ബബ്ബ 9 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 29 ലക്ഷം രൂപയും. ടോട്ടൽ കളക്ഷൻ വന്നത് 25.3 കോടി രൂപയാണ് ടോട്ടൽ കളക്ഷൻ 9 ദിവസം കൊണ്ട് ബബ്ബബ്ബ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും റിപ്പോർട്ട് മാത്രമാണ് ഇതുവരെ മൂവിനെ പറ്റി കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്.